തെരഞ്ഞെടുപ്പിൽ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങളിൽ എന്തു നടപടിയെന്ന് ഹൈക്കോടതി. ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണനെതിരായ ഹർജിയിലാണ് കോടതിയുടെ ചോദ്യം. പരാതികളിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയുടെ നിർദ്ദേശം വരികയാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥിയെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി. ഗോപാലകൃഷ്ണൻ അതീവ ഗുരുതരമായിട്ടുള്ള വർഗീയ പരാമർശം അദ്ദേഹം നടത്തിയത്. ഇവിടെ ഒരു ഹിന്ദു MLA ഇതുവരെ ഉണ്ടായില്ല, UDF-ഉം LDF-ഉം ഭരിച്ചിട്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രമുള്ള സ്ഥലമാണ്. ഗുരുവായൂർ ക്ഷേത്രമുള്ളിടത്ത് വിളക്ക് കത്തിക്കുന്നത് ഹറാമായി കാണുന്ന ആളുകളാണ് MLA ആകുന്നത് എന്ന തരത്തിലുള്ള വളരെ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശമായിരുന്നു ബി. ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് ബി. ഗോപാലകൃഷ്ണൻ ഒരു കൂസലുമില്ലാതെ പറയുന്നത് നമ്മൾ കേട്ടു. മതം പറഞ്ഞു വോട്ട് ചോദിക്കുന്നതിനെതിരെ ഒരുപോലെ സമൂഹം രംഗത്തെത്തുന്ന സാഹചര്യത്തിലും അത് ആവർത്തിക്കുകയായിരുന്നു ബി. ഗോപാലകൃഷ്ണൻ ചെയ്തിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങളിൽ എന്തു നടപടിയെന്ന് ഹൈക്കോടതി ചോദിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഇപ്പോൾ എന്താണ് ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യം? അത് ജനറലായിട്ട് ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ, മതസ്പർദ്ധ നടത്തുന്ന പരാമർശം ഉണ്ടാകുമ്പോൾ എന്ത് നടപടി എടുക്കുന്നു എന്നുള്ള ചോദ്യമാണോ, അതോ ബി. ഗോപാലകൃഷ്ണനെതിരായിട്ടുള്ള കേസിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യമാണോ? എന്താണ് കോടതി ചോദിക്കുന്നത്? അക്ഷയ, ഗുരുവായൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി BJP നേതാവ് ബി. ഗോപാലകൃഷ്ണന്റെ ആ പരാമർശത്തെ അതീവ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്നതാണ് ഹൈക്കോടതി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്നതിന്റെ പേരിൽ മറ്റെല്ലാ നടപടികളും ഇല്ലാതാകുന്നുണ്ടോ? ഇവിടെ കൃത്യമായി നിയമപരിപാലനം നടക്കാതെ പോകുന്നുണ്ടോ? എല്ലാം ഈ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ മരവിച്ചു പോകുന്നുണ്ടോ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. കോടതിക്ക് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം വരുമ്പോൾ മറ്റ് പല കാര്യങ്ങളും ഈ കൃത്യമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമുണ്ട് എന്നൊരു വികാരം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതുകൊണ്ടാണ് കോടതി ആ കാര്യം വളരെ സ്പെസിഫിക്കായി തന്നെ ഇന്ന് ചോദിക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയെ അറിയിച്ചത് ബി. ഗോപാലകൃഷ്ണന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞത് ഇത്തരത്തിൽ വീഡിയോ നീക്കം ചെയ്യുന്നതിനപ്പുറത്ത് എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? അപ്പോഴാണ് ഇതിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് തന്നെയാണ് ഇതിൽ കേസ് എടുപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ മറ്റ് പല പരാതികളും ഇപ്പോഴുണ്ട്. ആ പരാതികളിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കോടതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോടതി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞത് 2 മാസത്തിനകം ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ള പരാതികളിൽ 2 മാസത്തിനകം തീർപ്പുണ്ടാക്കണമെന്നാണ് ഹൈക്കോടതി ഇന്ന് കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് അവസാനിപ്പിച്ചുകൊണ്ട് കോടതി പറഞ്ഞ 2 വാചകങ്ങളുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ടാണ് കോടതി ഇതിൽ കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പോകാത്തത് എന്നുകൂടി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഈ വിദ്വേഷ പരാമർശങ്ങൾ ഇത്തരത്തിൽ നടത്തുന്നതിൽ കടുത്ത എതിർപ്പും വിയോജിപ്പും തന്നെയാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് പോകരുത്. അതുകൊണ്ട് കോടതി